പുതിയ വരുന്ന പ്രധാനമന്ത്രിയാണ്. ഇനി ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ പാർട്ടി വരികയാണെങ്കിൽ അവരുടെ ഒരു കർശന നിലപാടുണ്ട്. അവിടെയുള്ള മുസ്ലിങ്ങൾ കമ്മ്യൂണിറ്റിയിലുള്ളവരെ പോലും അവിടെ താമസിക്കാൻ അനുവദിക്കരുത്. അവരുടെ സമാധാനം കെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ. കനേഡിയൻ കൾച്ചറുമായിട്ട് യോജിച്ച് പോകുന്നില്ല. അതുകൊണ്ട് ഇവരെ തിരികെ അയക്കണമെന്നുള്ള വലിയ വലിയ വിഭാഗമായ ഒരു റൈറ്റ് വിങ് ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആളായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കാൽക്കുലേഷൻ വരുവാണെങ്കിൽ ഈ വന്ന 450 പേരെ അവർ തിരിച്ചയക്കാനായി സാധ്യത. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ഹമാസിൻ്റെ ആരാധകരും ഫാനുകളും ഒരു ഒരു സാറ്റലൈറ്റ് ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് ഗാസ. ഈജിപ്റ്റ് ഭയങ്കര സംഭവമാണ്. അവരെ എല്ലാവരും സംരക്ഷിക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന 4500 പേരെ കേരളത്തിലോട്ട് വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലല്ല, അവർ അവിടുത്തെ മെയിൻ സ്ട്രീം പത്രങ്ങളിൽ കൊടുക്കുന്ന സംഭവമാണ്. കാരണം അവർ തന്നെ പറയുന്ന അവർ ഹമാസിൻ്റെ അനുകൂലികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ആളുകൾ തന്നെയാണ്. കാരണം കേരളത്തിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹമാസിനെ അനുകൂലിക്കുന്നവർ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കാരണം ഹമാസിന് വേണ്ടി പ്രകടനം നടത്താൻ ആനപ്പുറത്ത് കയറി അവരുടെ ഫോട്ടോകൾ കാണിക്കുന്നു, എംബ്ലം കാണിക്കുന്നു,